റോഡിലെ അപകട ഭീഷണി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി കാക്കാത്തോട് പാലം പരിസരത്ത് നടത്തിയ റോഡ് ഉപരോധത്തെ തുടർന്ന് കിലോമീറ്ററോളം ഗതാഗതം സ്തംഭിച്ചു. അധികാരികൾ കണ്ണു തുറക്കുക, അധികാരികൾ കണ്ണു തുറക്കുക, നാടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക. ജനകീയ പ്രക്ഷോഭം സിന്ദാബാദ്, ജനകീയ പ്രക്ഷോഭം സിന്ദാബാദ്. മുണ്ടൂർ തൂത റോഡിൽ ഇനിയും പരിഹരിക്കപ്പെടാത്ത അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും തുടർച്ചയായി നടക്കുന്ന അപകട മരണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കച്ചേരിക്കുന്ന് പള്ളി പരിസരം, കാക്കാത്തോട് 26 മൈൽ ഉൾപ്പെടെയുള്ള അപകട സാധ്യതയേറിയ മേഖലകളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ കാക്കാത്തോട് പാലത്തിന് സമീപം നടത്തിയ 10 മിനിറ്റ് നീണ്ട റോഡ് ഉപരോധത്തെ തുടർന്ന് കിലോമീറ്ററോളം ഗതാഗതം സ്തംഭിച്ചു. കഴിഞ്ഞ 4 മാസത്തിനിടെ മുണ്ടൂർ തൂത റോഡിൽ 4 അപകട മരണങ്ങളുണ്ടായ സാഹചര്യത്തിൽ ഇനിയും അധികൃതർ അനാസ്ഥ തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇത് സൂചനാ സമരം മാത്രമാണെന്നും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഈ നാട്ടിലുണ്ടായിരുന്ന റോഡ് എങ്ങനെയായിരുന്നു? നല്ലൊരു അനുഭവമുണ്ട്. ഇവിടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവ തൊട്ടടുത്ത ഹംസാജി പറക്കാടിനോടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് മുൻപിലൂടെ കടന്നു പോകുന്ന ആ ഒരു കൊടും വളവ്, മുൻപ് ഇവിടെ പാലക്കാട് ചെർപ്പുളശ്ശേരി പാലക്കാട് റോഡായിരുന്ന സമയത്ത് അവിടെ അപകട വളവ് എന്ന് പറയുന്ന ഒരു സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ സൗകര്യങ്ങൾ കൂടി കോടിക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു നൽകി ഈ റോഡ് നിർമ്മാണ പ്രവൃത്തി നൽകിയപ്പോൾ അവിടെ ഒരു അപകട സൂചനാ ബോർഡ് പോലും അവിടെ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു ബാരിക്കേഡ് നിർമ്മിക്കാൻ ഇവിടുത്തെ റോഡിന്റെ ട്രാൻസ്പോർട്ട് അതോറിറ്റി തയ്യാറായിട്ടില്ല, KSTP തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ വെക്കാത്ത സ്ഥലങ്ങളിൽ ഇവിടെ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിൽ തട്ടിയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ശീർഷപുരത്തെ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി ആ റോഡിൽ ജീവൻ പൊലിഞ്ഞു വീണത്. അതിന് പിറകെ വന്ന ഒരു ലോറി അദ്ദേഹത്തെ ഇടിച്ചിട്ടാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. അവിടെ നട്ടുനോക്കിയാൽ ഈ 100 മീറ്റർ അപ്പുറത്ത് അശാസ്ത്രീയമായ രീതിയിൽ ഒരു സാങ്കേതിക പരിജ്ഞാനമില്ലാതെ ആ റോഡ് ഒരു വിരൽ രീതിയിലാണ് റോഡിലേക്ക് ഹാൻഡിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 26 മൈൽ നഗര പെട്രോൾ പമ്പിന്റെ മുൻവശം എത്ര ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്. ഇവിടെ തന്നെ പോലീസ് അധികാരികളുണ്ട്. റിട്ടയർ ചെയ്ത ഒരു പോലീസ് ജീവനക്കാരാണ് അതിദാരുണമായിക്കൊണ്ട് ആ റോഡിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടത്. ഇവിടെ ആ തൊട്ടപ്പുറത്ത് ഞാൻ വരുമ്പോ അവിടുത്തെ പോലീസ് അവിടുത്തെ ബാരിക്കേഡ് മാറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പള്ളിയുടെ പരിസരത്ത് അവിടെ പെരിന്തൽമണ്ണയിലേക്ക് പോകാൻ വഴി വിട്ടുകൊണ്ട് അവിടെ റോഡിലേക്ക് ബസ്സുകൾക്ക് കയറി പോകാൻ മറ്റേ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് കയറി പോകാൻ വിട്ട വഴിയിൽ പോലീസിന്റെ ഒരു ബാരിക്കേഡ് വെച്ചിട്ട് കഴിഞ്ഞ 4 മാസമായി. ഇപ്പൊ ഇന്ന് രാവിലെ വരുമ്പോ ആ ബാരിക്കേഡ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ പള്ളിയുടെ മുൻവശത്ത് ബസ്സുകൾ നിർത്തിയിട്ടുന്ന സ്ഥിതി, ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടായിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് മാറ്റി പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ആ ബസ് സ്റ്റോപ്പ് അവിടെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ വീണ്ടും പള്ളിക്ക് പരിസരത്ത് അവിടെ ബസ്സുകൾ നിർത്തുന്ന സ്ഥിതി. അവിടെ അപേക്ഷ പോലീസിന് നൽകിയിട്ടുണ്ട്. പോലീസ് അധികാരികൾ കണ്ടു തുറക്കണം. പോലീസ് അധികാരികൾ ക്രിയാത്മകമായിട്ട് ഇടപെടുമ്പോൾ മാത്രമാണ് ഇത്തരം ട്രാഫിക് സംവിധാനങ്ങൾ നമുക്ക് കൃത്യമായി കൊണ്ടുവരാൻ കഴിയും. ചെർപ്പുളശ്ശേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VP സമീജ്, MR രാജേഷ്, C ഷീജ, UDF നഗരസഭാംഗങ്ങളായ VP സുഹറാബി, VK മുഹമ്മദ് ഹാരിസ്, N സാബിറ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ റോഡ് ഉപരോധം നടന്നത്. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.